friends, welcome to our channel. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഇപ്പോൾ നമ്മുടെ സെയിൽസ് വരാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊരു സാംസങ് ഡിവൈസ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൾ ഐഫോൺസ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീൽസുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഫുള്ള് പറയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും വാങ്ങിക്കാനും സംഭവമൊക്കെ. അപ്പോൾ നിങ്ങളൊരു സാംസങ് പ്രൊഡക്റ്റാണ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് ഫോൺ, സാംസങ് ടാബ്, സാംസങ് വാച്ച് അങ്ങനത്തെ ഉള്ളവർക്ക് ബെസ്റ്റ് ഡീൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സാംസങ് S23 തന്നെ, ഇപ്പോൾ എൻ്റെ S23 256 GB തന്നെയാണ്. ഈ സാധനത്തിന് ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ഫ്ലിപ്കാർട്ടിൽ വന്നേക്കുന്നത് 38,000 രൂപയാണ്. നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യുകയും ചെയ്യാം. 999 കൊടുത്തിട്ട് വേണമെങ്കിൽ ലോക്ക് പീരീഡ് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ 100% നിങ്ങൾ വാങ്ങിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ആ സാധനം ചെയ്ത് വെക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്ലിപ്കാർട്ട് ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ പ്രൈസ് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ S23 FE നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 33,000-32,000 നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതും നല്ലൊരു ഡിവൈസ് തന്നെയാണ്. നിങ്ങളൊരു FE ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ S21 FE-നാട്ടും എന്തുകൊണ്ടും ബെറ്റർ ആണ് S23 FE ഇട്ടാ. എന്താ വെച്ചാൽ നമുക്ക് അതിലില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് ഡൗൺ ഗ്രേഡ് എന്ന് പറയാനുള്ളത് അതിൻ്റെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേയിൽ നമുക്ക് ബെസൽസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഡൗൺഗ്രേഡ് ഒന്നും പറയില്ല. അത്യാവശ്യം നല്ല ഡിവൈസ് തന്നെയാണ് S23 FE. അതുപോലെ തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ S9 FE ടാബ് 28,000 റുപ്പീസിന് കിട്ടുന്നതാണ് ആമസോണിൽ ഓഫർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മറക്കണ്ട, കിടിലൻ ഡീലാണ്. ഞാൻ ആക്ച്വലി S9 ടാബ് ഉപയോഗിക്കുന്നതാണ് അവരുടെ. അപ്പോൾ S9 FE നമ്മൾ ഇതിനെ പോലെ മുമ്പ് നമ്മുടെ മെയിൻ ചാനലിൽ അൺബോക്സിങ് സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ നമ്മുടെ എന്താ പറയുക S9 ടാബ്ലറ്റ് ആണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിടലുണ്ട്, ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കാം. നമ്മുടെ മെയിൻ ചാനലുണ്ട്. അതും 28,000 രൂപ എന്ന് പറയുമ്പോൾ നല്ല കിടിലൻ ഡീൽ തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ ആപ്പിൾ നമ്മുടെ സാംസങ് വാച്ച് 7-നും ഓൾമോസ്റ്റ് 27,000 കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കിടിലൻ ഡീലാണ്, നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഐഫോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ iPhone 15 നമുക്ക് ഓൾമോസ്റ്റ് ഒരു 57-56 രൂപയ്ക്ക് നമുക്ക് ഇൻക്ലൂഡിങ് ഓഫർ കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. iPhone 13 ആകുമ്പോൾ 38,000 റുപ്പീസിന് കിട്ടുന്നു പറഞ്ഞിരിക്കുന്നത്. iPhone 14 ആകുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് 45-55 ആ റേഞ്ചിൽ പ്രൈസ് വരുന്ന വന്നിട്ടുണ്ട്. അത് ആക്ച്വലി റിവൈൽ ആയിട്ടില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഈ പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആപ്പിൾ വാച്ച് അൾട്രാ 1 വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ 64-65,000 ആമസോണിൽ അവൈലബിൾ ആയിരിക്കും. നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ സീരീസ് 10 വന്നിട്ടുണ്ട്. സീരീസ് 10 എന്തായാലും പ്രൈസ് ഡിഫറൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. സീരീസ് 9 പക്ഷേ അത്യാവശ്യം നല്ല പ്രൈസ് റിഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. 35 ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. LT മോഡലാണ് പറയുന്നത്. ഞാൻ LT മോഡലാണ് ഉപയോഗിക്കാറുള്ളൂ. LT മോഡൽ നല്ല കിടിലൻ സാധനമാണ്. നമുക്ക് അതിൽ ഈസിയും ഇടാൻ പറ്റും. അപ്പോൾ അതൊരു ബെസ്റ്റ് പരിപാടി തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ മറന്നുപോയി തന്നെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഭയങ്കര ബെറ്റർ സാധനമാണ്. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഫോൺ പോകല്ലോ കൊണ്ടുപോകാൻ നടക്കുന്നതും സേഫ് അല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവത്തിന് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറയാൻ കാരണം LT മോഡൽ കാര്യം. അത് നമുക്ക് സാംസങ്ങിലായാലും ഉണ്ട്. ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ വാച്ചായാലും നിങ്ങൾ കണ്ടിരിക്കും. സാംസങ്ങിൻ്റെ വാച്ചായാലും LT മോഡൽ തന്നെയാണ്. ആപ്പിളിൻ്റെ 2 വാച്ചും LT മോഡൽ തന്നെയാണ്. പിന്നെ അൾട്രാ സീരീസിൽ LT മോഡൽ മാത്രമേ ഉള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ ഈ കിടിലൻ ഡീൽസുകൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും ഒരു രക്ഷയില്ലാത്ത ഡീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഗൂഗിൾ പിക്സലിനും ഭയങ്കര ഡീൽ വന്നിട്ടുണ്ട്. പിക്സൽ 7 സീരീസിന് 30,000 ആ റേഞ്ചിൽ വരുന്ന പറഞ്ഞിട്ടുണ്ട്. പിക്സൽ 8-ന് 30 റേഞ്ച് എന്തായാലും വരാൻ ചാൻസ് ഇല്ല. 40,000 താഴെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു 24 മണിക്കൂറിലായിരിക്കും ആ ഓഫർ വരാൻ ചാൻസ് കേട്ടോ. പക്ഷേ പിക്സൽ 8 പിക്സൽ 7 വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്പെക്സ് വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. നമുക്ക് ആ ഡിസൈൻ ചേഞ്ചസ് ചെറുതായിട്ട് വന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ക്യാമറ പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. OnePlusകളുടെ ഡിവൈസ് OnePlus 12-ന് 57-58 ആ റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഒന്ന് പറഞ്ഞു മാത്രമല്ലോ ജസ്റ്റ് ആയിട്ട് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള ഡിവൈസുകൾ നോക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ OnePlus 12 കിടിലൻ ഡീൽ തന്നെയാണ്. നല്ല കിടിലൻ ഫോൺ തന്നെയാണ് സാധനം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു SBI കാർഡ് എടുത്ത് വെക്കാൻ മറക്കണ്ട. ആമസോണിൻ്റെ ICICI കാർഡ് ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ മറക്കണ്ട. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെക്കാൻ മറക്കണ്ട. HDFC കാർഡ് എടുത്ത് വെക്കാൻ മറക്കണ്ട. നല്ല ഡീല് കിട്ടും കേട്ടോ ഇങ്ങനത്തെ ഈ 3-4 കാർഡുകളുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ റെഫറൽ ലിങ്കാണ്. നിങ്ങൾക്ക് കിട്ടാതെ ചാൻസ് കൊടുത്തായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഞാൻ 1 ആഴ്ച കൂടി ഉള്ളൂ കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.